എന്തേ തല്ലിക്കൊല്ലുന്നില്ല എന്നെ? നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്ത് ഉപദ്രവിച്ചാലും എനിക്ക് നോവില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കാശിടം വരും. എൻ്റെ കുഞ്ഞിയും എന്നെയും ഇവിടെ നിന്ന് നിന്നെ കൊന്നിട്ടാണെങ്കിലും കൊണ്ടുപോകും. അവൻ വരില്ല. വരാൻ പറ്റാത്ത നിലയ്ക്ക് അവനെ ഞാൻ അയച്ചു കഴിഞ്ഞു. പിന്നെ ഇനി മുതൽ നിന്റെ ഈ കുഞ്ഞ് ശിവാംഗി കാശ്നാഥ് എന്ന കാശ്നാഥിൻ്റെ കുഞ്ഞിപ്പെണ്ണായിട്ടല്ല അറിയിക്കുക, മറിച്ച് ശിവാംഗി ഭീഷ്മ എന്നാവും. എന്ന് ഈ കിടക്കുന്ന കുഞ്ഞി കാശിയുടെ മകൾ എൻ്റെ മകളാവുന്നു. അതുവരെ നിനക്ക് ആയുസുള്ളൂ. പാറ ഉച്ചത്തിൽ ചിരിച്ചു. എന്ത് നടക്കാത്ത സ്വപ്നം! എൻ്റെ കുഞ്ഞ് നിന്നെപ്പോലൊരു പീറ പിന്നിൽ നിന്ന് തുരന്നു വരുന്ന പെരിച്ചായ്ക്കുണ്ടായതല്ല, മറിച്ച് നല്ല ഒന്നാം തരം ഒരു സിംഹത്തിനുണ്ടായതാണ്. ഇതിനെല്ലാം ചേർത്ത് നിന്റെ മരണം ഞാൻ അതേ ക്രൂരമാക്കിയിരിക്കും. നോക്കിക്കോ, നിന്റെ രോമത്തിൽ പോലും തൊടില്ല. ഭീഷ്മ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ദേഷ്യത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഈ സമയം പാറു കുഞ്ഞിക്കടുത്തേക്ക് നടന്നു. അവൻ്റെ ചവിട്ടിൽ കാലിലെ വിരലുകളിൽ മുറിവ് വന്നതുകൊണ്ട് നടക്കുമ്പോൾ വേദന തോന്നി. അവൾ ആ വേദന പോലും കണക്കിലെടുക്കാതെ കുഞ്ഞിക്കടുത്തായി വരുമ്പോൾ ചുറ്റുമുള്ളതൊന്നും അറിയാതെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു കുഞ്ഞ്. തൻ്റെ മരുമകൾക്ക് അല്പം മെല്ലെ കൂടുതലാലോടാ അനന്ത. മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന അനന്തനെ നോക്കി ഭീഷ്മയുടെ വല്യച്ഛൻ ഭരതൻ പറഞ്ഞു. അതങ്ങനെയല്ല വരേണ്ടത്. ഒന്നുമല്ലെങ്കിലും എൻ്റെ സിംഗക്കുട്ടിയായി പിറന്നവൻ്റെ ഭാര്യയല്ല അവള്. അപ്പോൾ അങ്ങനെ തന്നെ വരേണ്ടത്. കൊള്ളാം, ഒരിടത്ത് മരുമകൾ കെട്ടിയവനെ പൊക്കി പറയുന്നു, മറുവശത്ത് തൻ്റെ മകനെ പൊക്കി പറയുന്നു. അപ്പോൾ ഇതിൽ ഞാനാരായി വരും മിസ്റ്റർ അനന്തൻ? ഒന്നുമല്ലെങ്കിലും തനിക്കുണ്ടായത് തന്നെയല്ല ഞാനും. അങ്ങോട്ടേക്ക് വന്ന ഭീഷ്മ പറഞ്ഞു. നീ ആദ്യം എനിക്ക് പറയാനുള്ളത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ നാളെ തെറ്റായി പോയെന്ന് ഓർത്ത് സങ്കടപ്പെടാൻ പോലും ആവില്ല നിനക്ക്. നിങ്ങളെന്താ പുണ്യവനാണ് താനെന്ന് എൻ്റെ മുന്നിൽ തെളിയിക്കാൻ നോക്കുന്നതാണോ? എന്നത് വേണ്ട, അതിവിടെ എൻ്റെ മുന്നിൽ നടക്കില്ല. അറിയാം, നിന്നെയാൾ പറഞ്ഞു മനസ്സ് മാറ്റി വെച്ചിരിക്കുക. അതാ ഇങ്ങനെ. എന്നാൽ നിന്റെ അമ്മ ഭവാനി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനി നിങ്ങളുടെ വൃത്തികെട്ട നാവ് കൊണ്ട് എൻ്റെ അമ്മയുടെ പേര് പറഞ്ഞാൽ കൊല്ലും, ഞാൻ കൊന്നിരിക്കും. അവരെല്ലാം സച്ചി അവർക്കായി കുറച്ച് ദൂരെ ഒരിടത്തെടുത്ത ആ വലിയ വീട്ടിലേക്കാണ് വന്നത്. സച്ചി മലനും കാർത്തിയും രഞ്ജിയും നിൽക്കുമ്പോൾ അവിടേക്ക് ജനിയും കാവ്യയും വന്നു. ഈ സമയം ദേവ് രേണുകയുടെ അടുത്തിരിക്കുകയായിരുന്നു. നിങ്ങളാരും ഉറങ്ങിയില്ലേ? ആൻറ്റി ഇവിടെ. അമ്മ ദേവിൻ്റെ അടുത്തുണ്ടേട്ടാ, കാവ്യ പറഞ്ഞു. അലനേട്ടാ, ആരയാൾ? ആ ഭീഷ്മ. അയാൾ എന്തിനെ കാശിടനെ കൊന്നത്, കുഞ്ഞിനെയും പാറുവിനെയും കൊണ്ടുപോയത്? ഈ കുടുംബവുമായി അയാൾക്കുള്ള ബന്ധം എന്താണ്? ഇതറിയണം ഞങ്ങൾക്ക്. പറയട്ടാ, അയാൾ ആരാ? എന്തിനെ കാശിടന്റെ കുടുംബത്തിന് പിന്നാലെ വരുന്നത്? സത്യം അവർ അറിയേണ്ട സമയമായെന്ന് അവർക്കും തോന്നി. അലൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിൽ ചെന്ന് നിന്നു. ഇങ്ങനെയൊക്കെ ഇന്ന് നടക്കാനിടയാക്കിയ ആ സാഹചര്യത്തിലേക്ക്. കാശിയുടെ അച്ഛൻ നമ്മുടെ അനന്തനങ്കിലിന് ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കളും സൗഭാഗ്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയം പേരുകേട്ട തറവാടായിരുന്നു ചിറക്കൽ തറവാട്. അവിടുത്തെ ആൺതരികളുടെ ഒരേ ഒരു പെങ്ങളായിരുന്നു ഭവാനി. അന്ന് ട്യൂഷൻ സെന്ററിൽ ഭവാനിയെ പഠിപ്പിച്ച മാഷായിരുന്നു അനന്തനങ്കിൾ. അനന്തനങ്കിളിനോട് ഭവാനിക്ക് പ്രണയം മുട്ടിട്ട് തുടങ്ങിയത് പലരിൽ നിന്നും തന്നെ അറിഞ്ഞിരുന്നു. അവസാനം തന്നോട് പ്രണയം തുറന്നു പറയാമെന്ന ഭവാനിയെ പറഞ്ഞു മനസ്സിലാക്കി ഒരിക്കൽ പോലും ഒന്നിക്കാത്തൊരു ബന്ധത്തെ ഓർത്ത് ആശിക്കരുതെന്ന്. എന്നാൽ ഭവാനി അത് കേൾക്കാൻ നിന്നില്ല. അനന്തരങ്കിൾ പ്രണയം നിരസിച്ചു എന്നതും അവർ ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ അതിൽ നിന്ന് എങ്ങനെയോ ജീവനോടെ രക്ഷപ്പെട്ടു. അന്ന് വീട്ടുകാർ കാര്യം തിരക്കുമ്പോൾ ഭവാൻ എന്തൊക്കെയോ പറഞ്ഞു അനന്തനെ കാണിച്ചു കൊടുത്തില്ല. പിന്നെ അവിടം തൊട്ട് അവരുടെ പ്രണയം തുടങ്ങുകയായിരുന്നു. കാരണം തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളുടെ പ്രണയം അങ്കിളിന് തന്നെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഭവാനിയുടെ വീട്ടുകാർ അറിഞ്ഞു, വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്തിനേറെ അനന്തനങ്കിളിനെ കൊല്ലാൻ വരെ ആളെ വിട്ടു. ഒരു ദിവസം രാത്രി തൻ്റെ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് ഭവാനി അനന്തരങ്കിളിനൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്നു. അന്ന് അനന്തരങ്കിൽ തൻ്റെ കുടുംബത്തിനെയും ഭവാനിയെയും കൂട്ടി ആ നാട്ടിൽ നിന്ന് തന്നെ മറ്റൊരിടത്തേക്ക് വന്നു. പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നവർ. എന്നാൽ അത്രയും നാൾ പണത്തിൽ ജീവിച്ച ഭവാനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനായില്ല. ചെറിയ വഴക്കിൽ നിന്നും അവരുടെ വഴക്ക് വലുതായി മാറി. ഭവാൻ തിരിച്ചു തൻ്റെ ആങ്ങളമാരെ വിളിച്ചു. അവരോട് പൊറുക്കാൻ പറഞ്ഞുകൊണ്ട് തിരിച്ചാങ്ങളമാർക്കൊപ്പം തന്നെ തിരികെ പോയി. അന്ന് ഭവാനി അവരുടെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിയ അങ്കിളിനെ അവരുടെ ആങ്ങളമാരെ കൊണ്ട് തല്ലി ആട്ടിയിറക്കി വിട്ടു. ആ നാട്ടിലും അവരുടെ ആങ്ങളമാർ നിൽക്കാൻ അനുവദിക്കാതെ വന്നപ്പോഴായിരുന്നു ഇവിടേക്ക് വന്നത്. ഇവിടെ വരുമ്പോഴാണ്
രേണുകാന്റിയുടെ കുടുംബത്തെ കാണുന്നത്. രേണുകാന്റിയുടെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒപ്പം അനന്തരങ്ങളുടെ അച്ഛന് മുൻപരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്കൂളിൽ തന്നെ മാഷായി നിയമിച്ചു. അനന്തരങ്ങൾ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത, അത് രേണുകാന്റിയുടെ അച്ഛൻ അദ്ദേഹത്തോട് മതിപ്പ് തോന്നി. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ മകളെ അനന്തരങ്ങളിൽ നൽകാൻ തയ്യാറായി. തൻ്റെ മകളോട് അദ്ദേഹം സമ്മതം ചോദിക്കുമ്പോൾ അച്ഛൻ്റെ സമ്മതമാണ് തൻ്റെ എന്നറിയിച്ചതും. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു അവരുടെ വിവാഹം. അവിടെ നിന്നും പിന്നീട് അനന്തൻ അച്ഛന് നേട്ടങ്ങളുടെ കാലമായിരുന്നു. അവരുടെ സ്കൂൾ ബിസിനസ്സൊക്കെ നോക്കി നടത്തി വലിയ തോതിൽ ലാഭത്തിലെത്തിച്ചു. ഒപ്പം അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കി. ഇന്ന് കാണുന്ന ഈ നിലയ്ക്ക് വളരാൻ തക്കവണ്ണം പലതും ചെയ്തു. ഇതിനിടയ്ക്ക് ഭവാനിയും ആങ്ങളുമാരുമായി അനന്തരങ്ങളെ കാണാൻ വന്നു. അന്ന് കാശിക്ക് 3 വയസ്സ് പ്രായം. അവിടെ തിരിച്ചു വരവ് പോലും അനന്തരങ്ങളിലുണ്ടായ ഉയർച്ച ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. തൻ്റെ ഭർത്താവിനെ തന്നിൽ നിന്ന് തട്ടിയെടുത്ത് രേണുകാന്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രശ്നമേറെ ഉണ്ടാക്കി. എന്നാൽ അന്ന് രേണുകാന്റിയെ ചേർത്ത് അവർക്കൊപ്പം തന്നെ അനന്തരങ്ങൾ കൂടെ നിന്നു. അവരാട്ടി പുറത്താക്കി. പിന്നെ ഒരിക്കൽ 6 വയസ്സുള്ള ഒരു പയ്യനുമായി അവർ വന്നു. അനന്തരങ്ങൾ അവർക്ക് പിറന്ന മകനാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വീണ്ടും അവർ കള്ളം പറഞ്ഞു വരുന്നെന്ന് കരുതി ആ പയ്യന് മുന്നിലിട്ട് തന്നെ തല്ലിയിറക്കി. കുറച്ചു നാൾ കഴിയുമ്പോൾ ഭവാനി മരിച്ചെന്ന വാർത്ത വന്നു. അതിന് കാരണക്കാരൻ അനന്തരങ്ങളാണെന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ കുടുംബക്കാർ ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നെ പ്രശ്നമുണ്ടാക്കി. അന്ന് ആ പയ്യന്റെ കണ്ണിൽ പോലും അനന്തരങ്ങളുടെ പക ആളിക്കത്തി. അനന്തരങ്ങളുടെ മകൻ ആ പയ്യനാണെന്നും അനന്തരങ്ങളുടെ എല്ലാ സ്വത്തുവകകളും അവന് മാത്രം അവകാശപ്പെട്ടതെന്നും പറഞ്ഞ് വീണ്ടും വന്നു. എന്നാൽ ഫലം ഉണ്ടായില്ല. ഇതിൻ്റെ പിന്നിൽ നിന്നും പ്രശ്നമുണ്ടാക്കിയ ഭവാനിയുടെ ആങ്ങളമാരെ ജയിലിലാക്കി. ആ ദിവസം ആ പയ്യൻ അനന്തരങ്ങളെ കൊല്ലാൻ നോക്കി. എന്നാൽ അന്നെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? പിന്നീട് അവിടെ ഒരറിവും ഇല്ലായിരുന്നു. എന്നാൽ കാശി വളർന്ന് ബിസിനസ് ഏറ്റെടുത്തതും ശത്രുപക്ഷത്ത് അന്നത്തെ ആ പയ്യൻ ഭീഷ്മയുടെ രൂപത്തിൽ വന്നു നിന്നു. എന്നാൽ അവിടെ കാശിൽ പരാജയമേറ്റു. പിന്നെ അങ്ങോട്ട് കാശിയെ തോൽപ്പിച്ച് ഇതൊക്കെ കൈക്കലാക്കാൻ ആയിരുന്നു അടുത്ത നീക്കം. അതും നടന്നില്ല. അതൊക്കെ നടക്കാതെ വന്നതും ക്രിസ്റ്റിയുടെ നമ്മളുള്ള പക അറിഞ്ഞും അവനെ മുന്നിൽ നിർത്തി അവൻ്റെ പിന്നിൽ നിന്ന് കളിച്ചു. അതിലവൻ വിജയിച്ചു. ആദ്യ കുഞ്ഞിൻ്റെ ജീവനെടുത്തു. പിന്നെ കാശി. അത്രയും പറഞ്ഞ് തീരുമ്പോൾ തന്നെ ഇവരിലും മൗനം തളം കെട്ടി. കാശിയേട്ടൻ മരിച്ചെന്ന് അല്ലേട്ടൻ രഞ്ജേട്ടൻ കാർത്തി വിശ്വസിക്കുന്നുണ്ടോ? ജിനി ചോദിച്ചു. ഇല്ല, ഒരിക്കൽ പോലും വിശ്വസിക്കുന്നില്ല. കാരണം അവൻ മരിച്ചെന്നിതുവരെ നമുക്ക് തോന്നുന്നില്ല. അവൻ വരും. അവൻ്റെ കുഞ്ഞിപ്പിണിന് വേണ്ടി വന്നേ മതിയാകൂ. ഞങ്ങളുടെ മനസ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ജെനിയും പറഞ്ഞു. അലനേട്ടൻ പറഞ്ഞില്ലേ ഭീഷ്മയ്ക്ക് കുടുംബത്തോടുള്ള പകയ്ക്ക് കാരണം സ്വന്തം അമ്മയുടെ മരണം കാരണമാണെന്ന്. പെട്ടെന്ന് ഭവാനി അവർ മരിക്കാൻ കാരണം അത് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. അത് ചെന്നത് അവിടെ ആങ്ങളമാരിൽ തന്നെയായിരുന്നു. എന്നാൽ അവരത് തേച്ചുമാച്ച് കളഞ്ഞു. എന്തിന് ഏതിന് എന്നൊന്നും ഇപ്പോഴും ചുരുൾ കഴിയാതെ കിടക്കുന്നവയാണ്. അത് മറന്നേക്ക് പുറത്തു വരണമെങ്കിൽ കാശ് വേണം. അതിനായി തിരിച്ച് കാശ് നമുക്ക് തന്നെ തരും എന്നുറപ്പുണ്ട് എനിക്ക്. ആ വലിയ മനയ്ക്കുള്ളിലെ റൂമിൽ ധ്യാനത്തിൽ ഇരുന്നയാൾക്ക് മുന്നിൽ അയാളുടെ ശിഷ്യനായവൻ വന്നു നിന്നു. സ്വാമി. അയാൾ മെല്ലെ കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കി. എന്താ സ്വാമി? സ്വാമി. അയാൾ കണ്ണു തുറന്നു. എന്തെങ്കിലും സംസാരിച്ചു അവൻ? ഏതോ കുഞ്ഞിയെ പറ്റി തിരക്കുന്നുണ്ടായിരുന്നു. നീ ആൾക്കാരിക്ക് ചെല്ലുക, ഞാൻ വരാം. അത്രയും പറഞ്ഞ് വീണ്ടും അയാൾ കണ്ണുകൾ അടിച്ച് ധ്യാനത്തിൽ മുഴുകി. ഏയ് കിടന്നോളൂ, എഴുന്നേക്കാൻ ശ്രമിക്കണ്ട. തൻ്റെ കാലുകൾ ഇപ്പോഴും സുഖം പ്രാപിച്ചിട്ടില്ല. ഒപ്പം ഇടത്തേക്ക് അയക്കും. എനിക്കിവിടുന്ന് പോകണം. തനിക്ക് നേരെ സംസാരിക്കാനോ എന്തിനേറെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ കഴിയില്ല. എന്നിട്ടാണ് പോകണമെന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയൊരു കുടുംബം തന്നെ കാത്തിരിപ്പുണ്ട്. അതിലേറ്റവും കൂടുതൽ എന്നെ പ്രതീക്ഷിക്കുന്ന എൻ്റെ മകളാണ് കുഞ്ഞ്. ഒപ്പം എൻ്റെ ഭാര്യ പാർവതി. എനിക്ക് അവർക്കരികിൽ പോയേ മതിയാകും. അവർക്കരികിൽ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ തൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ തന്നെ എങ്ങോട്ടും വിടില്ല. തന്നെ തൻ്റെ പഴയ ലൈഫിൽ എത്തിച്ചിട്ട് ഇവിടെ നിന്നും ആയിക്കൊള്ളും. ഇവിടം വെറും ഒരു ആശ്രമം മാത്രമല്ല, സാക്ഷാൽ പരമശിവൻ കുടികൊള്ളുന്ന സ്ഥലം കൂടെയാണ്. ഇവിടെ വരുന്ന ആരെയും അദ്ദേഹം കൈവിടില്ല. എനിക്ക് ഒരുപാട് നാൾ ഇവിടെ നിൽക്കാനാവില്ല. അങ്ങനെ വന്ന ചിലപ്പോൾ എനിക്ക് സംഭവിച്ചതുപോലെ തന്നെ അവർക്ക് സംഭവിച്ചെന്നിരിക്കാം. തനിക്ക് തൻ്റെ പേരെന്തെന്ന് ചോദിക്കാൻ വിട്ടുപോയി നാം. കാശിനാഥ്.
സാക്ഷാൽ പരമേശ്വരന്റെ പേരും അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ആയുസ്സിന് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭക്തരെ കൈവിടില്ല. ഇനി പറഞ്ഞോളൂ കാശി. അങ്ങനെ വിളിക്കാമല്ലേ? വിളിക്കാം. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കും. എന്നാൽ തൻ്റെ കടപ്പാട് എന്നോടല്ല, ഈ നിൽക്കുന്ന എൻ്റെ മകൾ ശിവാംഗിയോടാണ്. അവളാണ് നിന്നിവിടെ എന്നരികിൽ എത്തിച്ചത്. ഒരു ദൈവനിയോഗം പോലെ. ഈ സമയം കാശി മുന്നിലേക്ക് നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന 30 പ്രായം വരുന്ന ഒരു സ്ത്രീരൂപം. അവൻ അവളെ നന്ദിപൂർവ്വം നോക്കി. തിരികെ അവൾ അവന് സമൃദ്ധമായ പുഞ്ചിരിയാണ് നൽകിയത്. ഇനി പറയൂ, തന്നെ ആരാണ് ഈ അവസ്ഥയിലാക്കിയത്? തനിക്ക് ആ ദിവസം ഓർക്കാൻ കഴിയുന്നുണ്ടോ? ആ സമയം കാശി കണ്ണുകളിറുകി അടിച്ചു. അവൻ്റെ ഓർമ്മകൾ തനിക്ക് ആക്സിഡന്റ് പറ്റുന്ന ആ ദിവസത്തിലേക്ക് ചെന്നിരുന്നു. ഭീഷ്മ, എനിക്ക് നിന്നെപ്പോലെ മുന്നിൽ വരാതെ ഒളിഞ്ഞിരുന്ന് പ്രതികാരം ചെയ്യുന്ന ശീലം അതില്ല. എല്ലാം നേർക്ക് നേർ നിന്ന് തീർത്ത ശീലം നീയാണ്. ഇതിന് പിന്നെന്നറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതെ നിന്നത് നിന്റെ കരങ്ങൾ കൊണ്ടല്ല, എൻ്റെ കുഞ്ഞ് മരിച്ചു എന്നുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ നിനക്ക് മുന്നേ അവസാന പ്രാണൻ വെടിയുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ ക്രിസ്റ്റി പറഞ്ഞിരുന്നു, അതിൽ നിനക്കും കൈയുണ്ടെന്ന്. നീ ഏത് നിമിഷവും എന്നെ കൊല്ലാൻ വരുമെന്ന് ഉറപ്പായിരുന്നു. ഒരിക്കൽ പോലും നേരിൽ വന്ന ചുവട് ഉറപ്പില്ലാത്ത നീ പിന്നിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഞാൻ എൻ്റെ മരണം കാത്തു തന്നെയാണ് ഇവിടെ കഴിയുന്നത്. കാശി ഫോണിലൂടെ ഭീഷ്മിയോട് പറഞ്ഞു. ഓഹോ, അപ്പം എല്ലാം മറിഞ്ഞിരുന്നു. അതാണ് എൻ്റെ ഓരോ ഫോൺ കോളിലും നില പതർച്ച കാണാത്തത്. ഞാനെന്തിന് പതറണം? ഞാൻ നിന്നെപ്പോലെ ആണും പെണ്ണും കേട്ട ടേഷല്ല, നല്ല ചങ്കറപ്പുള്ള ആണൊരുത്തൻ തന്നെയാണ്. മരണത്തിന് മുന്നിൽ പോലും ഈ കാശിയുടെ മുഖത്ത് ഭയമുണ്ടാവില്ല എന്ന് കേട്ടോ കാശി? ഇതെൻ്റെ ആയുസ്, അത് തീരാൻ പോവുകയാണ്. അധികം വൈകാതെ തന്നെ ആയിക്കോട്ടെ. ബട്ട് നീ ഒന്ന് ഓർമ്മയിൽ വെച്ചോ, കാശി കൊല്ലുകയാണെന്നെങ്കിൽ കൊന്നിരിക്കണം. എങ്ങനെയെങ്കിലും ഞാൻ ജീവനോടെ തിരികെ വന്ന നിന്റെ ജീവൻ അത് ഞാൻ എടുത്തിരിക്കും, മൃഗീയമായി തന്നെ.